ഗസ മുനമ്പിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതിയിലും മനുഷ്യാവകാശ ലംഘനങ്ങളിലും ആഗോളതലത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. സഖ്യരാജ്യങ്ങളായ ഫ്രാൻസിനും ബ്രിട്ടനും ജർമ്മനിക്കും ഓസ്ട്രേലിയയ്ക്കും ഉൾപ്പെടെ നിലപാട് കടുപ്പിക്കേണ്ട തരത്തിലേക്ക് അന്താരാഷ്ട്ര സമ്മർദ്ദം കടുക്കുകയാണ്. ഫലസ്തീൻ രാഷ്ട്രത്തിന് ഔദ്യോഗികമായ അംഗീകാരം നൽകുന്നതുൾപ്പെടെയുള്ള മുന്നറിയിപ്പുകൾ ഈ രാജ്യങ്ങൾ ഇസ്രായേലിന് നൽകിക്കഴിഞ്ഞു. എന്നാൽ ഫലസ്തീൻ അംഗീകാരം നൽകിയ ആദ്യ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒന്നാണ് അയർലൻഡ്. എന്നും ഫലസ്തീനികളുടെ വിമോചന പോരാട്ടങ്ങൾക്ക് പിന്തുണ നൽകുന്ന രാജ്യമാണത്. സ്പെയിനും നോർവേക്കുമൊപ്പമാണ് കഴിഞ്ഞ വർഷം അയർലൻഡ് ഫലസ്തീൻ രാഷ്ട്രത്തിന് അംഗീകാരം നൽകിയത്. ഇപ്പോഴിതാ കൂടുതൽ ശക്തമായ നിലപാടുകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഐറിഷ് ഭരണകൂടം. ഗസയിൽ ഒരു ജനതയുടെ ഉന്മൂലനാശമാണ് സംഭവിക്കുന്നതെന്നും ഐക്യരാഷ്ട്രസഭ അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ് അയർലൻഡ് പ്രസിഡന്റ് മൈക്കൽ ഡി ഹിഗിൻസ്. മാനുഷിക സഹായം ഉറപ്പാക്കാൻ സൈന്യത്തെ വിന്യസിക്കണമെന്നാണ് ആവശ്യം. UN ചാർട്ടറിലെ ചാപ്റ്റർ 7 അധികാരം ഉപയോഗിച്ച് സുരക്ഷാ കൗൺസിൽ തടസ്സങ്ങൾ മറികടന്ന് ഇത് നടപ്പാക്കണമെന്നും അദ്ദേഹം പറയുന്നു. വാർത്ത വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഗസയിലെ ജനങ്ങൾ നേരിടുന്ന അതിഭീകരമായ മാനുഷിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് അയർലൻഡ് പുതിയ ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. 2023 ഒക്ടോബർ 7 മുതൽ ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന ആക്രമണങ്ങളിൽ 60,200-ലധികം ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. മുനമ്പിൽ ഉപരോധം ഏർപ്പെടുത്തി പുറത്തുനിന്നുള്ള സഹായങ്ങളെല്ലാം തടയുകയും ചെയ്തു. ഇതിലൂടെ ഗസയെ പട്ടിണിയിലേക്കും നാശത്തിലേക്കും തള്ളിവിട്ടിരിക്കുകയാണ് അവർ. ഈ സാഹചര്യത്തിൽ മാനുഷിക സഹായം എത്തിക്കുന്നതിന് UN നേതൃത്വത്തിൽ സൈനിക സുരക്ഷാ സേനകളെ വിന്യസിക്കണമെന്നാണ് അയർലൻഡിന്റെ ആവശ്യം. ഗസയിലെ മാനുഷിക പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന പ്രസിഡന്റ് ഹിഗിൻസ് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസിനോട് അഭ്യർത്ഥിച്ചു. ഗസയിൽ നടക്കുന്നത് ഒരു ജനതയുടെ സമ്പൂർണ്ണ നാശമാണ്. ഇത് തടയാൻ UN അടിയന്തരമായി ഇടപെടണം. സുരക്ഷാ കൗൺസിലിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള ഇസ്രായേൽ സഖ്യകക്ഷികൾ നടപടി വീറ്റോ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് മറികടക്കാൻ ചാപ്റ്റർ 7 അധികാരം ഉപയോഗിക്കണമെന്നും ഹിഗിൻസ് ആവശ്യപ്പെടുന്നു. നേരത്തെ അയർലൻഡ് പ്രധാനമന്ത്രി മൈക്കൽ മാർട്ടിനും ഗസയിലെ ഇസ്രായേൽ അതിക്രമങ്ങളിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഇസ്രായേലിന് മേലുള്ള അപമാനകരമായ പാപക്കരയാകും ഗസ ആക്രമണമെന്നാണ് മാർട്ടിൻ വിശേഷിപ്പിച്ചത്. മനുഷ്യത്വ വിരുദ്ധമായ നടപടികളാണ് ഇസ്രായേൽ നടത്തുന്നത്. ഗസയിലെ ജനങ്ങൾക്ക് ഭക്ഷണവും മരുന്നും എത്തിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും ഐറിഷ് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ICC യുദ്ധക്കുറ്റങ്ങൾക്കും മനുഷ്യത്വത്തിനെതിരായ കുറ്റങ്ങൾക്കും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്ക ആരംഭിച്ച ഈ കേസിൽ കക്ഷി ചേരാൻ അയർലൻഡും നീക്കം നടത്തുന്നുണ്ട്. ഗസയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ UN ഇടപെടൽ ആവശ്യപ്പെട്ട കൂടുതൽ രാജ്യങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. ഫ്രഞ്ച് നേവിയെ ഗസയിൽ വിന്യസിച്ച് സഹായം എത്തിക്കണമെന്ന് ഫ്രാൻസിലെ ഗ്രീൻസ് പാർട്ടി പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഗസയിലേക്കുള്ള ഇസ്രായേലിന്റെ ഉപരോധം ഭേദിക്കാൻ ഫ്രീഡം ഫ്ലോട്ടിലയുടെ നേതൃത്വത്തിൽ പല തവണ ശ്രമം നടത്തിയിരുന്നു. ഇതെല്ലാം ഗസയ്ക്ക് തൊട്ടടുത്തായി ഇസ്രായേൽ സൈന്യം തടയുകയായിരുന്നു. 44 രാജ്യങ്ങളിൽ നിന്നുള്ള ആക്ടിവിസ്റ്റുകൾ ഉൾപ്പെടുന്ന ഒരു വൻ സിവിലിയൻ ഫ്ലോട്ടില ഗസയിലേക്ക് പുറപ്പെടാനും പദ്ധതിയിടുന്നുണ്ട്. ഫ്രാൻസിലെ ഗ്രീൻസ് പാർട്ടി ഫ്രഞ്ച് നേവിയെ ഗസയിലേക്ക് സഹായം എത്തിക്കാൻ വിന്യസിക്കണമെന്ന പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇസ്രായേൽ സൈന്യത്തിലും വിവിധ സുരക്ഷാ വിഭാഗങ്ങളിലും പ്രധാന പദവികൾ വഹിച്ച പ്രമുഖരും ഗസ ആക്രമണത്തിൽ എതിർപ്പുകളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. 600-ലധികം വരുന്ന റിട്ടയർഡ് ഇസ്രായേലി സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സൈനിക കമാൻഡർമാർ, മൊസാദ്, ഷിൻബെത്ത് മേധാവികൾ എന്നിവരെല്ലാം അക്കൂട്ടത്തിലുണ്ട്. ഗസ ആക്രമണം അവസാനിപ്പിക്കാൻ ബെഞ്ചമിൻ നെതന്യാഹുവിനെ നിർബന്ധിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്.